നമസ്കാരം. ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിക്കൊപ്പം തന്റെ ചിത്രം ചേർത്ത് വെച്ചതിനെതിരെ വിമർശനവുമായി CPM നേതാവ് പി ജയരാജൻ. വ്യാജ പ്രചരണത്തിനെതിരെ നിയമ നടപടി തുടങ്ങിയതായി അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു. 27 വർഷം മുൻപ് ഒരു തിരുവോണ നാളിൽ RSS ക്രിമിനലുകൾ വെട്ടിയരിഞ്ഞതാണ് എന്റെ ഇടത് കൈയിലെ പെരുവിരൽ. ഇപ്പോൾ ചിലർ AI സർജറിയിലൂടെ നഷ്ടപ്പെട്ട വിരലടക്കം ചേർത്ത് തന്നിട്ടുണ്ട്. ഇത്തരം വ്യാജ പ്രചരണത്തിനെതിരെ നിയമ നടപടി തുടങ്ങിയെന്നും പി ജയരാജൻ പറഞ്ഞു. പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഏറെ ദിവസം ഒളിവിൽ കഴിഞ്ഞിരുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിയെ കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ തളിക്കാവിലെ ഒരു അഭിഭാഷക ദമ്പതിയുടെ അപ്പാർട്ട്മെന്റിൽ നിന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം മഫ്തിയിലെത്തി ആയങ്കിയെ നാടകീയമായി അറസ്റ്റ് ചെയ്തത്. വാറന്റില്ലാതെ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്യാനാവില്ല എന്ന നിലപാടായിരുന്നു അഭിഭാഷക ദമ്പതികൾ സ്വീകരിച്ചത്. ഇതിനിടയിലാണ് അപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തേക്കിറങ്ങി ഓടാൻ ശ്രമിച്ച ഇയാളെ പോലീസ് പിടികൂടിയത്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കണ്ണൂർ സൈബർ ക്രൈം പോലീസിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടപടികൾ പൂർത്തിയാക്കി അന്ന് തന്നെ കണ്ണൂരിൽ നിന്നും കൊണ്ടുപോയി കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് യദുകൃഷ്ണയുടെ വസതിയിലാണ് അന്ന് ആയങ്കിയെ ഹാജരാക്കിയത്. തുടർന്ന് റിമാൻഡ് ചെയ്ത് തലശ്ശേരി സ്പെഷ്യൽ സബ് ജയിലിലേക്കും അയക്കുകയായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയതിനെതിരെ കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയിലാണ് പോലീസ് സംഘം ആയങ്കിയെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ ഉത്തരമേഖല DIGയുടെയും മൂവാറ്റുപുഴ DYSP KR മനോജിന്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ആയങ്കിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമം നടത്തുമെന്നും ആയങ്കിക്ക് ജാമ്യം ലഭിച്ചാൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പ്രചോദനമാകുമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. പോലീസിനെ വെല്ലുവിളിച്ചും രാഷ്ട്രീയ പ്രതികരണം നടത്തിയുമുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ടതാണ് ആയങ്കിയെ വെട്ടിലാക്കിയത്. ഇത്തരം വെല്ലുവിളി പോസ്റ്റുകൾക്ക് കിട്ടിയത് ആയിരക്കണക്കിന് ലൈക്കും കമന്റുകളും. ഗൗരവ സ്വഭാവമുള്ള കേസുകൾ നിലനിൽക്കുമ്പോഴും അർജുൻ ആയങ്കിക്ക് സൈബർ ലോകത്ത് കിട്ടിയ വലിയ പിന്തുണയാണ് ഏറെ ചർച്ചാ വിഷയമായത്. ഇപ്പോൾ ആയങ്കി അറസ്റ്റിലായപ്പോഴും കണ്ണൂർ CPMൽ അത് ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പാർട്ടി അംഗത്വത്തിൽ ഇല്ലാതിരുന്നപ്പോഴും CPMന്റെ നിഴൽ പറ്റിക്കൊണ്ടായിരുന്നു ആയങ്കിയുടെ യാത്ര. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ തള്ളി പറഞ്ഞപ്പോൾ തന്റെ പാർട്ടി പ്രവർത്തന പാരമ്പര്യം പറഞ്ഞ് മറുപടി നൽകാനും ആയങ്കി മടി കാണിച്ചില്ല. ശനിയാഴ്ചയിട്ട പോസ്റ്റിന് 17 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കിട്ടിയത് 14,000 ലൈക്കും 2,300 കമന്റുകളുമാണ്. പൊതുരംഗത്തേക്കുള്ള അർജുന്റെ വരവ് അഴീക്കോട് കപ്പക്കടവിൽ DYFIയുടെ പ്രവർത്തകനായിട്ടായിരുന്നു. കുറച്ചുകാലം CPM അംഗവുമായി. രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികളുമായുള്ള ബന്ധത്തിലൂടെ തട്ടകം വികസിച്ചു. 2021 രാമനാട്ടുകര സ്വർണം പൊട്ടിക്കൽ ശ്രമത്തോടെയാണ് അർജുന്റെ അടിത്തറയും ശേഷിയും പുറം ലോകത്ത് ചർച്ചയായത്. എതിരാളികൾക്ക് നേരെ സാമൂഹിക മാധ്യമ പോസ്റ്റുകളിലൂടെ സൈബർ ലോകത്ത് പിന്തുണ സമ്പാദിക്കലായിരുന്നു ആയങ്കിയുടെ രീതി. പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ച് നിരന്തരം വിപ്ലവ വചനങ്ങളും നേതാക്കൾക്കുള്ള വാഴ്ത്തുപാട്ടുകളുമായി പ്രത്യക്ഷപ്പെടാറുമുണ്ടായിരുന്നു. പലപ്പോഴും കണ്ണൂരിലെ ഒരു നേതാവിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങളും മുഴക്കി. അർജുന്റെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുന്ന DYFI അംഗങ്ങളും ഭാരവാഹികളുമുണ്ട്. ഇപ്പോഴത്തെ സംഭവത്തിൽ താൻ പ്രവർത്തിച്ച പാർട്ടി വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ഭീഷണി മുഴക്കിയപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്വയം പ്രഖ്യാപിത വിപ്ലവകാരികളെ തള്ളിപ്പറയേണ്ട അവസ്ഥയിലായി CPM. പാർട്ടിയെ ജനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച അതിതീവ്ര സൈബർ വിപ്ലവകാരികൾ ഉണ്ട് എന്നാണ് CPM വിട്ട മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് സാമൂഹിക മാധ്യമത്തിൽ പ്രതികരിച്ചത്. പാർട്ടിയിലെ ചില നേതാക്കൾക്ക് ഇത്തരം ക്രിമിനൽ കേസ് പ്രതികളുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു മനു പാർട്ടി വിട്ടത്.